നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് പല പല ടീംസ് ഉണ്ടാവും അല്ലേ? ഇപ്പം ഒരു യൂട്യൂബിനാണെങ്കിൽ തന്നെ യൂട്യൂബിന്റെ ഷോർട്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ടീംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്സിന്റെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീംസ് ഉണ്ടാവും, അതുപോലെ ലോങ് വീഡിയോസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീംസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സബ് ടീംസ് ഉണ്ടാവും അല്ലെ? ഓരോ ടീമിനും ഇതുപോലെ ടീം ലീഡും എഞ്ചിനീയേഴ്സും ഉണ്ട്. ഇതുപോലെ പല പല ടീംസ് ഉണ്ടാവും. അപ്പോൾ യൂട്യൂബ് ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ഫീച്ചർ ഇറക്കുമ്പോൾ ഈ പല പല ടീംസിനെ കൊളാബറേഷൻ കൊണ്ടായിരിക്കും ഇറങ്ങുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഒരു വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കുമ്പോൾ അതിൻ്റെ ഒരു വിൻഡോസിന്റെ ഒരു ഒരു ഫയൽസുമായിട്ട് റിലേറ്റ് ചെയ്ത, അല്ലെങ്കിൽ വിൻഡോസിന്റെ ഒരു ഫയൽ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അതുപോലെ വിൻഡോസിന്റെ വേറൊരു ഫീച്ചേഴ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കുറച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു വിൻഡോസ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കുമ്പോൾ ഈ ടീമുകളെ എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് ലാസ്റ്റിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് അല്ലേ? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ബാക്കിൽ ചിലപ്പോൾ ഒരു 100 എഞ്ചിനീയറിംഗ് ടീം വർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 1000 എഞ്ചിനീയറിംഗ് ടീം വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോ എഞ്ചിനീയറിംഗ് ടീമിനും ഓരോ ലീഡും ഓരോ ടെസ്റ്റിംഗ് ടീമും ഓരോ ഡിസൈനർ ടീമും എല്ലാം ഉണ്ടാവും. ഈ 100 ടീമിനെ ആരാണ് കൊളാബറേറ്റ് ചെയ്തത്? ഓരോ ടീമിനും, അതുപോലെ പറയാൻ മറന്നു, ഓരോ ടീമിനും ഓരോ മാനേജേഴ്സും ഉണ്ടാവും. ഓരോ ടീമിനും ഓരോരോ എഞ്ചിനീയറിംഗ് മാനേജേഴ്സും ഉണ്ടാവും. എഞ്ചിനീയറിംഗ് മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഈ ടീംസ് ഇവർ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കറക്റ്റായിട്ട് നമ്മൾ മൈൽ സ്റ്റോൺ അനുസരിച്ചാണോ വർക്ക് ചെയ്യുന്നത്? മൈൽ സ്റ്റോൺ എന്താണെന്ന് വരുന്ന വീഡിയോയിൽ പുറകെ പറയാം. മൈൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സോഫ്റ്റ്വെയറിനും നമുക്ക് ഓരോ പ്ലാൻസ് ഉണ്ടാവും. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്യണം, നെക്സ്റ്റ് മന്തിൽ എത്ര കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്ലാൻസ് ഉണ്ടാവും. അപ്പം ഈ പ്ലാൻ അനുസരിച്ചാണോ ഇവരെല്ലാം പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് മാനേജേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോ ടീമിനും ഓരോ മാനേജേഴ്സ് ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ഒരു മാനേജർ തന്നെ പല പല ടീംസിനെ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് മാനേജർ ഉണ്ടാവും. എന്താണ് എഞ്ചിനീയറിംഗ് മാനേജറിന്റെ കേപ്പബിലിറ്റി വേണ്ടത്? എഞ്ചിനീയറിംഗ് മാനേജറിന് പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടാവണം. എഞ്ചിനീയറിംഗ് മാനേജറിന് അത്ര ടെക്നിക്കലായിട്ട് സ്കിൽ ഉണ്ടാവണം എന്നില്ല, പക്ഷേ നമ്മുടെ ഒരു ആളുകളെ മാനേജ് ചെയ്യാനുള്ള, അതായത് ഈ പ്രൊജക്റ്റിൽ ഇത്ര ആളുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളെ വേണോ, ആ പ്രൊജക്റ്റ് നമുക്ക് പറഞ്ഞ ടൈമിൽ ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്ന് ഉള്ള കാര്യങ്ങൾ മൊത്തം ഡീൽ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മാനേജറാണ്. കാര്യങ്ങൾ മൊത്തം ചിന്തിക്കുന്നതും അനലൈസ് ചെയ്യുന്നതും എല്ലാം എഞ്ചിനീയറിംഗ് മാനേജറാണ്. എഞ്ചിനീയറിംഗ് മാനേജർ